ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 3 ശ്ലോകം 7. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭക്തി വർദ്ധിക്കുന്നതിൻ്റെ 3 അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞു. ഭക്തി അല്ലെങ്കിൽ ഭഗവാൻ മനസ്സിലേക്ക് വരുമ്പോൾ എന്തെന്നറിയാത്ത ഒരു ആനന്ദം വരും. ഭക്തി വർദ്ധിക്കും തോറും സകല ആധികളും വ്യാധികളും ക്ലേശങ്ങളും വിഷമങ്ങളും ഒക്കെ അപ്രത്യക്ഷമാവും. 3ാമത്തെ പടിയായിട്ട് ആത്മജ്ഞാനം, എന്താണോ അറിയേണ്ടത് അത് താനേ തന്നെ നമുക്ക് അറിയാനാവും എന്ന് പറഞ്ഞു. 7ാമത്തെ ശ്ലോകത്തിൽ തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് ഭഗവത് ഭജനത്തിൽ താല്പര്യം ഉണ്ടാക്കണം എന്നാണ്. നമ്മളുടെ ജീവാത്മാവ് പുറം ലോകമായിട്ട് ബന്ധപ്പെടുന്നത് കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ത്വക്ക് എന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയും കൈകൾ, കാലുകൾ, വാക്ക്, പായു, ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങൾ കൂടിയുമാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളുടെ പിന്നാലെ ഓടാനാണ് അവർക്ക് സ്വാഭാവികമായിട്ട്, നമ്മൾ ഭൗതിക ജീവികളായതുകൊണ്ട് താല്പര്യം തോന്നുക. പക്ഷേ ഭഗവാനിലേക്ക് തിരിക്കണം, അതിനെന്നെ അനുഗ്രഹിക്കണം. അപ്പോൾ മാത്രമേ ഭഗവാനിൽ മനസ്സ് ഉറച്ചു നിൽക്കുള്ളൂ. അങ്ങനെ ഉറച്ചാലേ ഇളകാത്ത വെള്ളത്തിൽ തെളിയുന്ന പ്രതിബിംബം പോലെ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള രൂപം അവിടെ തെളിയുകയുള്ളൂ എന്നാണ്. ശ്ലോകം നോക്കാം. കാലുകൾ, കൈകൾ, കണ്ണുകൾ, മൂക്ക്, ചെവി ഒക്കെ ഭഗവത് സേവയിലേക്ക് തിരിയണം. അതിന് അവിടുത്തെ അനുഗ്രഹം തന്നെ വേണം എന്നാണ്. വിധൂയ ക്ലേശാൻ മേ കുരുചരണയുഗ്മം ധൃതരസം ഭവത് ക്ഷേത്രപ്രാപ്തൗ കരമഭിജതേ പൂജനവിധൗ ഭവന്മൂർത്തിയാലോകേ നയന അഥ തേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം ശ്രവണമഭി തേ ചാരുചരിതേ. ഭഗവാനെ നോക്കിക്കൊണ്ട് പറയാണ് ആവശ്യങ്ങൾ. നമ്മളുടെ പോലുള്ള ആവശ്യങ്ങളല്ല, ഭക്തി തരണേ എന്ന് തന്നെയാണ് പറയണത്. ക്ലേശങ്ങളും രോഗങ്ങളും വേദനകളും ഒക്കെ മാറ്റണം. വിധൂയ ക്ലേശാൻ, സകല ക്ലേശങ്ങളും വിധൂയ മാറിപ്പോകണം. മേ കുരു ചരണയുഗ്മം ധൃതരസം, ചരണം എന്താണ്? പാദം. എൻ്റെ കാലുകൾക്ക് ശക്തി തരണം, ഉത്സാഹം ഉണ്ടാക്കണം. ധൃതരസം എന്ന് പറഞ്ഞാൽ അതാണ്, രസമുണ്ടാകണം. അവിടുത്തെ ക്ഷേത്രത്തിലെത്താനായിട്ട് എൻ്റെ കാലുകൾ ഇങ്ങനെ വേഗം വേഗം ആഗ്രഹിക്കണം. ഭവത് ക്ഷേത്രപ്രാപ്തൗ, അങ്ങയുടെ ക്ഷേത്രത്തിലേക്ക് എത്താൻ എൻ്റെ കാലുകൾക്ക് താല്പര്യം ഉണ്ടാക്കണം. കരമഭിജതേ പൂജനവിധൗ, എൻ്റെ കൈകൾ അങ്ങയെ പൂജിക്കാനും. ഭവന്മൂർത്തി ആലോകേ നയനം, എൻ്റെ നയനം കണ്ണുകൾക്ക് അവിടുത്തെ മനോഹര രൂപത്തെ കാണാനായിട്ടുള്ള ഒരു ത്വര ഇങ്ങനെ വന്നു നിറയണം. അധ തേ പാദതുളസി പരിഘ്രാണേ ഘ്രാണം, എൻ്റെ മൂക്കിനോ തൃപ്പാദത്തിൽ അർപ്പിച്ചിട്ടുള്ള പ്രസാദമായിട്ടുള്ള തുളസിയുടെ മണം ആസ്വദിക്കാൻ വലിയ ആഗ്രഹമുണ്ടാകണം. ശ്രവണമഭി തേ ചാരുചരിതേ, എൻ്റെ ചെവികൾക്കാവട്ടെ അങ്ങയുടെ മനോഹരമായ കഥകളും നാമങ്ങളും ഒക്കെ കേൾക്കാൻ ഉത്സാഹം ഉണ്ടാക്കി തരണം. വേദനയൊക്കെ മാറിയിട്ട് നടന്നു വന്ന് ക്ഷേത്രത്തിലെത്താനുള്ള ശക്തി എൻ്റെ കാലുകൾക്കും, കൈകൂപ്പി അവിടുത്തെ മുന്നിൽ നിന്ന് തൊഴാൻ ഉള്ള അത്ര ശക്തി എൻ്റെ കൈകൾക്കും, ഭഗവാന്റെ ആ സാന്ദ്രാനന്ദാവബോധാത്മകമായിട്ടുള്ള ദിവ്യരൂപം കാണാൻ, കണ്ട് മതിമറക്കാൻ കണ്ണുകൾക്കും, തൃപ്പാദത്തിലെ തുളസിയുടെ ഗന്ധമറിയാൻ മൂക്കിനും, അവിടുത്തെ ചാരുചരിതം മനോഹരമായിട്ടുള്ള ചരിതങ്ങളും സ്തുതികളും കേൾക്കാൻ ചെവികൾക്കും ശക്തി തരണേ എന്നാണ്. ശ്രവണം, കീർത്തനം, അർച്ചനം, വന്ദനം അതിനൊക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് ആഗ്രഹം, ഉത്സാഹം, അതാണ് ധൃതരസം, ആ താല്പര്യം ഉണ്ടാക്കി തരണം. അമ്പലത്തിലേക്ക് മേൽപ്പത്തൂരിനെ ആദ്യം കസേരയിലെടുത്തിട്ടാണ് കൊണ്ടുവന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ആ അവസ്ഥയൊക്കെ മാറ്റി എനിക്ക് നടന്നു വരാറാക്കി തരണം. വളരെ ഒട്ടും വിഷമമില്ലാതെ നടന്നു വരാൻ സാധിക്കണം. അല്ലെങ്കിലോ എൻ്റെ മനസ്സ് വിഷമത്തിൻ്റെയൊക്കെ പിന്നാലെ പോവുകയല്ലേ ചെയ്യുക. ഓരോ ഇന്ദ്രിയത്തിനും
വേദന വരുമ്പോൾ, വിഷമം വരുമ്പോഴാണ് അതിൻ്റെ ശക്തി നമ്മൾ അറിയുക. അനേകം കീർത്തനങ്ങൾ ഈ ഒരു കാര്യത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുണ്ടായിട്ടുണ്ടല്ലേ. പദചലനങ്ങൾ പ്രദക്ഷിണമാകണം, അല്ലെങ്കിൽ കാലുകൾ കൊണ്ടു പ്രദക്ഷിണം വയ്ക്കണം. കണ്ണെന്തിന് തന്നു ഭഗവാൻ നാരായണ രൂപം കാണാൻ. അതുപോലെ ഇനി വരാനുള്ള അംബരീഷസ്തുതി മുകുന്ദമാലയിലും പറയുന്നുണ്ട്. അങ്ങനെ പലതിലും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവയ്ക്ക് മാത്രം ആയിട്ട് നിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭക്തി കൂടി വരും. അങ്ങനെ സകല ഇന്ദ്രിയങ്ങളും, 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും ഭഗവാനെ സ്മരിക്കാൻ ഉത്സാഹത്തോടെ ഭാവിക്കണം. അതിന് അവിടുത്തെ അനുഗ്രഹം വേണം എന്നാണ്. ആധിയും വ്യാധിയും ഇല്ലാതാക്കണമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് പ്രാരബ്ധ ഫലമാണ്, അത് അനുഭവിച്ച് തന്നെ തീരണം. അത് സാരമില്ല, അവിടെ നിന്നോട്ടെ. പക്ഷേ എനിക്കതിനെ വിസ്മരിക്കാൻ പറ്റണം. അതിനെ മറക്കാൻ പറ്റിയാൽ അതിന് എന്തു വേണം? അതിനേക്കാളും ശക്തമായിട്ടുള്ള ഭഗവത് സ്മരണ മനസ്സിൽ വന്ന് നിറയണം. സൂര്യൻ ഉദിച്ചാൽ അന്തരീക്ഷത്തിൽ കട്ട പിടിച്ച് നിൽക്കുന്ന ആ ഇരുട്ട് ഓടിപ്പോവും. അതുപോലെ കട്ട പിടിച്ച് നിൽക്കുന്ന വേദനകളെ, ശമിക്കാതെ നിൽക്കുന്ന വേദനകളെ കോടി സൂര്യപ്രഭയുള്ള ഭഗവാന്റെ രൂപം മനസ്സിൽ വന്നാൽ അത്രേ വേണ്ടൂ, അത് ഓടിപ്പോയിക്കോളും. അതാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഭട്ടതിരിപ്പാട്. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവത്ക്ഷേത്രപ്രാപ്തൗ കരമപി തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അധ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ. 8ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അങ്ങനെ ആ ഭഗവത് രൂപം എൻ്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠിതമായാൽ എന്തൊക്കെ സംഭവിക്കും എന്നാണ്. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിത് രൂപമുദിയാത് ഉദഞ്ജത് രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാപരിഭവാൻ. വേദനകൾ അസ്വസ്ഥമാക്കിയിട്ടുള്ള, ഇളകി മറിക്കുന്ന എൻ്റെ മനസ്സിൽ അങ്ങയുടെ ആ ദിവ്യമായിട്ടുള്ള രൂപം ജ്വലിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് അത്രയ്ക്കും ശക്തമാവും എന്നെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ എന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്ന ഈ രോഗങ്ങളൊക്കെ ഞാൻ മറന്നുകൊള്ളും എന്നാണ്. പ്രഭൂത ആധിവ്യാധി, വർദ്ധിച്ചു വരുന്ന, അതാണ് പ്രഭൂതം. ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഓരോ ദിവസവും. അങ്ങനെയുള്ള ആ വ്യാധി, വാതരോഗം, അതുമൂലമുണ്ടാകുന്ന വേദനകൾ, അതുപോലെ തന്നെ ആധി, ആ വേദന കാരണം ഭഗവാനെ ഭജിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ സങ്കടം, മനസ്സിൻ്റെ വിഷമം, ഇതൊക്കെ കൊണ്ട് എൻ്റെ ഹൃദയം സ്വസ്ഥതയില്ലാതെ നിൽക്കുകയാണ്, ഇളകി മറിയാണ്. പ്രസഭചലിതം എന്ന് പറഞ്ഞു, വല്ലാതെ മനസ്സിങ്ങനെ കലുഷിതമാകുന്നു ഭഗവാനെ. പ്രഭൂത ആധിവ്യാധി പ്രസഭചലിതേ മാമകഹൃദി, അങ്ങനെയുള്ള എൻ്റെ ഹൃദയത്തിൽ ത്വദീയം തദ്രൂപം പരമരസചിത് രൂപം ഉദിയാത്, അങ്ങനെയുള്ള എൻ്റെ മനസ്സിൽ അവിടത്തെ ആ മനോഹരമായിട്ടുള്ള രൂപം, സൂര്യസ്പർദ്ധി കിരീടം ഊർധ്വതിലകം എന്നൊക്കെ പറഞ്ഞു, അങ്ങനെയുള്ള ആ മനോഹരമായിട്ടുള്ള രൂപം, പരമാനന്ദം നൽകുന്നതായിട്ടുള്ള ആ രൂപം, പരമരസചിത് രൂപം ഉദിയാത്, തെളിഞ്ഞു നിൽക്കട്ടെ, ഉദിച്ചു നിൽക്കട്ടെ. അപ്പോൾ എന്തുണ്ടാവും? ഉദഞ്ജത് രോമാഞ്ചം, എനിക്ക് ആനന്ദം കൊണ്ട് രോമാഞ്ചമുണ്ടാകും. ഗളിത ഹർഷാശ്രുനിവഹ, എൻ്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദക്കണ്ണുനീര്, ആനന്ദക്കണ്ണുനീരിൻ്റെ ലക്ഷണം പറഞ്ഞല്ലോ, നല്ല കുളിർമയുണ്ടാവും. ചുടുകണ്ണീരല്ല വരിക, തണുത്ത കണ്ണുനീര് വരും. അതുപോലെ അതിന് ഉപ്പല്ല, മധുരമാണ് ഉണ്ടാവുക. അങ്ങനത്തെ ആനന്ദക്കണ്ണുനീര് ധാരധാരയായി ഒഴുകണം. ദുരുപശമം, ശമിക്കാതെ നിന്ന് എന്നെ വേദനിപ്പിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്നതായിട്ടുള്ള പീഠാപരിഭവാൻ, രോഗത്തെയും വേദനകളെയും വിഷമങ്ങളെയും ഒക്കെ യഥാ വിസ്മര്യാസം, മുഴുവനും ആയിട്ട് ഞാൻ മറന്നു പോവും. അതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. വയ്യായിക
വന്നിട്ട് ബുദ്ധിമുട്ടിക്കണതൊക്കെ ഇല്ലാതാവണമെങ്കിൽ, അതിനെയൊക്കെ മറക്കണമെങ്കിൽ അതിനേക്കാളും ശക്തമായിട്ടുള്ള ഒന്നിൽ, ആ ഭഗവാനിൽ ലയിച്ചാൽ മതി. നമുക്ക് വല്ല വേദനയൊക്കെ ഉള്ളപ്പോൾ ഏറെ പ്രിയമുള്ള ഒരാൾ നമ്മളെ കാണാൻ വന്നാൽ വേദനയുടെ ശക്തിയൊക്കെ കുറഞ്ഞ് കിടക്കണോടത്തു നിന്നൊക്കെ നമ്മൾ എണീറ്റിരിക്കും. അതുപോലെ അതിനേക്കാളും എത്രയോ നമ്മളുമായിട്ട് അടുപ്പമുള്ള, ബന്ധപ്പെട്ടിട്ടുള്ള ഭഗവാന്റെ ആ രൂപം ഹൃദയത്തിൽ തെളിഞ്ഞാലോ സകല വേദനകളും അതുണ്ടാകാനുള്ള കാരണങ്ങളും കൂടിയും ഇല്ലാതെ ആയിക്കോളും. അതിനെന്ത് വേണം? പ്രസഭചലിതമായിട്ടുള്ള എൻ്റെ ഹൃദയം ഇളകാതെ നിൽക്കന്നെ വേണം. ഇപ്പം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഇളകിക്കൊണ്ടിരിക്കുകയാണ് വേദന കൊണ്ട്. അത് ഇളകാതെ ആക്കണം ഭഗവാൻ. അത്രയ്ക്കുള്ള ഭക്തി ശക്തമായാൽ മതി. ആ ഭക്തി എനിക്ക് തരണം. സ്പന്ദനമില്ലാതെ അചഞ്ചലമായിട്ട് എൻ്റെ ഹൃദയം അപ്പോൾ നിന്നോളുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവദശകത്തിലുള്ള വരികളാണ്. നിന്നിടും ദൃക്കുപോലുള്ളം നിന്നില്ല സ്പന്ദമാകണം. അങ്ങനെ സ്പന്ദിക്കാത്ത ഒരവസ്ഥ മനസ്സിന് വരണം. ഇളകിക്കളിക്കാതെ ചാഞ്ചാടിക്കളിക്കാതെ നിൽക്കുകയാണ് ഭഗവാന്റെ രൂപത്തിനെ മുറുക്കി പിടിച്ചിട്ട് എങ്കിൽ ആ ഭഗവത് രൂപം എൻ്റെ മനസ്സിൽ വരും. ഞാൻ എൻ്റെ എല്ലാ വേദനകളും മറക്കും, ആനന്ദത്തിൽ ആറാടും. അങ്ങനെ ഒരു വരം എനിക്ക് തന്നാൽ മതി ഭഗവാനെ എന്നാണ്. അപ്പോൾ ഭക്തിയുടെ 5 ലക്ഷണം പറഞ്ഞു. ഇളകിക്കളിക്കുന്ന മനസ്സ് സ്വസ്ഥമാകും. അവിടെ ഭഗവാന്റെ രൂപം കണ്ണടച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ശരീരത്തിൽ രോമാഞ്ചം വരും, ആനന്ദ കണ്ണുനീര് വരും. നമ്മളുടെ സകല വ്യാകുലതകളെയും നമ്മൾ മറക്കും, ഭഗവാനെ മാത്രം ഓർക്കും. അതിൽ പരം ഒന്നും എനിക്ക് വേണ്ട എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. 8ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃദി ത്വദീയം തദ്രൂപം പരമരസചിത് രൂപമുദിയാത് ഉദഞ്ജദ് രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഠാ പരിഭവാൻ. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.